ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ഇവിടെ നമ്മുടെ നിയമമണ്ഡലത്തിൽ 1,60,60,000-ഓളം വോട്ട് പോളിംഗ് നടന്നിട്ടുണ്ട്. 81% പോളിംഗ്. അപ്പോൾ നമുക്ക് MLA ഇലക്ഷൻ നിന്നിട്ടുണ്ടായിരുന്നു. അതിന് 43,500 വോട്ട് എനിക്ക് കിട്ടുമെങ്കിൽ ഒരു 500 വോട്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. വലിയ ഭൂരിപക്ഷത്തിലൊന്നും ആരും ജയിക്കില്ല. ആറിൽ ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ 43,500 ആര് വോട്ട് പിടിക്കുന്നു അവർക്ക് ജയിക്കാം. നെന്മാറ നിയമമണ്ഡലത്തിൽ 10 പഞ്ചായത്തുള്ളതിൽ നെന്മാറയിൽ നല്ലൊരു ഭൂരിപക്ഷം എനിക്ക് ഉണ്ട്. അയിലൂർ കുറച്ചുണ്ട്. ഒരു 7,000-ഓളം വോട്ട് അയിലൂരിലുണ്ട്. ഒരു 10-15,000 വോട്ട് നെന്മാറയിലുണ്ട്. മറ്റ് 7 പഞ്ചായത്ത് 8 പഞ്ചായത്തും കൂടിയിട്ട് ഒരു 20,000 വോട്ടും 22,000 വോട്ട് പിടിക്കുകയാണെങ്കിൽ 21,000 വോട്ട് വരെ പിടിക്കുകയാണെങ്കിൽ നമ്മൾ കഷ്ടിച്ച് 500 വോട്ടിന് ജയിക്കും എന്നാണ് പറയാനുള്ളത്. പിന്നെ ആൾക്കാർ കളിയാക്കും, അതാണ് ഇതാണെന്നൊക്കെ. ഇവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആണെങ്കിൽ കൂടി ജനങ്ങൾക്ക് എന്നും നന്മ മാത്രം ചെയ്ത ആളാണ് ഞാൻ. കൊറോണ കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് TV, മൊബൈൽ എല്ലാം കൊടുക്കുകയും പിന്നെ 2,000 കുടുംബത്തിന് കുടിവെള്ളം കൊടുക്കുകയും പിന്നെ 4,056 വീട് തിരുത്തമ്പാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പേരിൽ കൊടുക്കുകയുണ്ടായി. അത് പാലക്കാട് ജില്ലയിൽ മാത്രം 750 വീട് കൊടുത്തു. പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പിന്നെ ഇതിന് 4 ദിവസം ഇലക്ഷൻ 4 ദിവസം മുമ്പ് കോൺഗ്രസിനെയും BJP-നെയും CPM-നെയും ഡിബേറ്റിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരാളും അവിടെ വന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇവരെന്താ ചെയ്ത്? ഒന്നും ചെയ്തില്ല. ഈ CPM-ൻ്റെ ആളുകളായിരിക്കുന്ന കഴിഞ്ഞ 10 വർഷമായി നെന്മാറ ബൈപ്പാസ്, കൊടുവായൂർ ബൈപ്പാസ്, കൊല്ലങ്കോട് ബൈപ്പാസ് എന്ന് പറയുകയും ആശുപത്രി ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി 2 ദിവസം നിരാഹാരമിരിക്കുകയും ചെന്താമര വെട്ടിക്കൊന്ന സുധാകരൻ്റെ കുടുംബത്തിന് 3 പേരെ വെട്ടിക്കൊന്ന കുടുംബത്തിന് നിരാഹാരമിരിക്കുകയും കൊല്ലങ്കോട് ആശുപത്രി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നതിനും പിന്നെ നെല്ലിയാമ്പതി വെള്ളം പോത്തുണ്ടി ഡാമിലേക്ക് ഇറക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നതിനും ഹൈക്കോടതിയിൽ ഉത്തരവ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ആരെങ്കിലും കൊണ്ടുവന്ന കൊച്ചിൻ്റെ അച്ഛൻ ഞാനാണ് എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. നമ്മൾ ബുദ്ധിമുട്ടിയൊക്കെ പണിയെടുത്ത് കൊണ്ടുവന്ന് കുടിവെള്ളം കൊണ്ടുവന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി കൃഷ്ണൻകുട്ടിയേട്ടനും K. ബാബു MLA-യും അന്നത്തെ പ്രേമൻ പഞ്ചായത്ത് പ്രസിഡൻ്റുമായിരുന്നു. അന്ന് എൻ്റെ ഭാര്യ മെമ്പറായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ വന്ന് അതിൽ തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി മാത്രമാണ്. പൊതുപ്രവർത്തനം ജയിച്ചു തോറ്റു എന്നുള്ളതല്ല. ജയിച്ചാലും തോറ്റാലും എന്നും പൊതുപ്രവർത്തകനായി നിൽക്കും എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ആർക്കും വേവലാതി വേണ്ട. രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതുസേവനത്തിനാണ്. പൊതുസേവനത്തിന് വേണ്ടി മാത്രം നീക്കിവെച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 1000 ആശംസകൾ നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം ഉണ്ട്. എല്ലാം കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.